കഥ പറയാം. മരണത്തിനും ഉയിർത്തെഴുന്നേൽപ്പിനുമിടയിലെ 1100 ദിവസങ്ങളുടെ കഥ. 42-ാം മിനിറ്റിനും 17-ാം മിനിറ്റിനും ഇടയിലെ കഥ. ഒരു ത്രോയിനു പിന്നാലെ നിലച്ചുപോയ ഹൃദയത്തിന് മറ്റൊരു ത്രോയിനിലൂടെ ജീവനേകിയ കഥ. മരണത്തിന്റെ ഫൈനൽ വിസിലിനെ പോലും അതിജീവിച്ച ഒരു ഫുട്ബോൾ താരത്തിന്റെ കഥ. ക്രിസ്റ്റ്യൻ എറിക്സന്റെ കഥ. ഈ കഥ തുടങ്ങുന്നത് 3 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ജൂൺ മാസത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 2021 ജൂൺ 21. ഫുട്ബോൾ ലോകത്തെ ഇത്രത്തോളം നിശബ്ദമാക്കിയ മറ്റൊരു ദിവസം ഒരുപക്ഷെ ആരാധകർക്ക് ഓർത്തെടുക്കാൻ ഉണ്ടാകില്ല. 2020 യൂറോ കപ്പ് കോവിഡ് മഹാമാരി നിശ്ചലമാക്കിയതിനു ശേഷം കളിക്കളങ്ങൾ ഉണർന്നു തുടങ്ങുന്ന കാലം. കോപ്പൻഹേഗനിലെ പാർക്കൻ സ്റ്റേഡിയത്തിൽ ഡെൻമാർക്ക് ഫിൻലാൻഡിനെ നേരിടുകയാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ നിശ്ചിത സമയം അവസാനിക്കാൻ 3 മിനിറ്റുകൾ മാത്രം ബാക്കി. പെട്ടെന്നാണ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞു നിന്ന കാണികൾക്കും ആരവങ്ങൾക്കുമൊപ്പം ഫുട്ബോൾ ലോകവും നിശബ്ദമായത്. എതിർ ഹാഫിൽ നിന്ന് ലഭിച്ച ത്രോയിൻ സ്വീകരിക്കാൻ മുന്നോട്ടാഞ്ഞ ഡെൻമാർക്ക് താരം ക്രിസ്റ്റ്യൻ എറിക്സൺ പെട്ടെന്ന് മൈതാനത്ത് പിടഞ്ഞു വീണു. ഡെൻമാർക്ക് ആധികാരികമായി പന്ത് കൈവശം വെച്ച് കളിച്ചിരുന്ന സമയത്താണ് എല്ലാ മുന്നേറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന എറിക്സൺ ഹൃദയമിടിപ്പ് നിലച്ചു വീണത്. പിന്നീട് നടന്നതെല്ലാം ഒരിറ്റു കണ്ണീരോടെയല്ലാതെ ഫുട്ബോൾ ആരാധകർക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട എറിക്സൺ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണെന്ന സത്യം മനസ്സിലാക്കി ഓടിയെത്തിയ സഹതാരങ്ങൾ. അടിയന്തരമായി വൈദ്യസംഘത്തെ വിളിക്കാനായി റഫറിയുടെ ലോങ് വിസിൽ. ആദ്യ മെഡിക്കൽ സംഘം പരിശോധന നടത്തുമ്പോൾ എറിക്സന് ചുറ്റും നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഫിൻലൻഡ് ഡെൻമാർക്ക് താരങ്ങൾ. എറിക്സന്റെ പ്രിയ പത്നി സബ്രിനയെ തകർന്നു പോകാതെ ചേർത്തുപിടിച്ച് ഗോൾ കീപ്പർ കാസ്പർ ഷ്മൈച്ചലും ക്യാപ്റ്റൻ സൈമൺ കെജറും. സംഭവത്തിന്റെ തീവ്രതയും പരിഭ്രാന്തിയും ഗാലറിയിലേക്കും പടർന്നു. ആരാധകരിൽ ചിലർ എറിഞ്ഞുകൊടുത്ത ഫിന്നിഷ് പതാകകൾ കൊണ്ട് ഡാനിഷ് താരങ്ങൾ എറിക്സന് ചുറ്റും വലയം തീർത്തുകൊണ്ട് ആ നിമിഷം ലോകത്തിനു മുന്നിൽ നിന്നും മറച്ചു. അവിടെ മറനീക്കിയത് മറ്റൊരു സത്യമായിരുന്നു. കാൽപന്തു കളിക്ക് ഒരു ജാതിയോ മതമോ വിശ്വാസമോ ഉണ്ടെങ്കിൽ അതിന്റെ പേര് മനുഷ്യത്വം എന്ന് മാത്രമാണെന്ന സത്യം. ഏറെക്കുറെ ഉറപ്പിച്ച മരണത്തിൽ നിന്ന് 15 മിനിറ്റോളം പ്രാഥമിക ശുശ്രൂഷ നൽകി എറിക്സനെ വൈദ്യസംഘം വീണ്ടെടുത്തു. രണ്ടാമത്തെ മെഡിക്കൽ സംഘത്തിന്റെ സഹായത്തോടെ സ്ട്രെച്ചറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ എറിക്സനെ ലോകം മൊത്തം വിങ്ങലോടെയും പ്രാർത്ഥനകളോടെയും കണ്ടുനിന്നു. എറിക്സൺ പതിയെ ജീവിതത്തിലേക്കും പിന്നീട് കളിക്കളത്തിലേക്കും തിരികെ എത്തി. കൃത്യം 1100 ദിവസങ്ങൾക്കിപ്പുറം കഥയുടെ 2ാം പകുതി. വീണ്ടും ഒരു യൂറോ കാലം. ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ട് അരീനയിൽ ഡെൻമാർക്ക് സ്ലോവേനിയയെ നേരിടുമ്പോൾ 17-ാം മിനിറ്റ് ദൈവം എറിക്സന് വേണ്ടി കുറിച്ചിട്ടു. അലക്സാണ്ടർ ബായുടെ ക്വിക്ക് ത്രോയിനൊടുവിൽ ജോഹന്നാസ് വിൻഡിന്റെ ബാക്ക് ഹിൽ പാസ് കണക്ട് ചെയ്ത് എറിക്സൺ വല കുലുക്കി. വർഷം മുൻപ് കോപ്പൻഹേഗനിൽ മരിച്ചു വീണവന് സ്റ്റട്ട്ഗർട്ടിൽ ഗോളോടെ പുനർജന്മം. ഒരു കളിക്കാരന്റെ ഹൃദയത്തിനൊപ്പം നിലച്ചുപോയ ഫുട്ബോൾ ലോകത്തോടുള്ള അയാൾക്ക് വേണ്ടി കണ്ണീരണിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആരാധകരോടുള്ള കാലത്തിന്റെ കാവ്യനീതി. പ്രിയ എറിക്സൺ, മരണത്തിന്റെ കടുത്ത ടാക്ലിങ്ങിനെയും അതിജീവിച്ചവനാണ് നിങ്ങൾ. ഇനിയും പന്ത് തട്ടുക, മുന്നേറുക.